മക്കളെ, SSLC റിവാലുവേഷന് വേണ്ടി നിങ്ങളുടെ മാർക്ക് കുറയുമോ എന്നുള്ള പേടിയിൽ നിങ്ങൾ ഇതുവരെ റിവാലുവേഷന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കൂടാൻ സാധ്യതയുണ്ട്, എന്നാലോ അത് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ എന്നുള്ളത് ഒരു പേടിയിലാണ് നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവാലുവേഷനിൽ കിട്ടിയ മാർക്കും അതേപോലെ തന്നെ മുമ്പത്തെ മാർക്കും കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് സ്കോർ ഏതാണോ അതായിരിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾ റിവാലുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്ക് എവിടെയെങ്കിലും കൂടാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും പിന്നീട് അതൊരു റിഗ്രറ്റ് ഉണ്ടാവുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഇപ്പോൾ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവാലുവേഷനുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റിവാലുവേഷൻ ചെയ്യേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ എക്സാം പേപ്പർ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി എന്തുണ്ട് ഇതിലൂടെ ഉണ്ട്. നിങ്ങൾ റിവാലുവേഷന് വേണ്ടി കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എഴുതിയ എക്സാം പേപ്പർ എങ്ങനെയാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, www.sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് പോകേണ്ടത്. നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിലൂടെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ മൊബൈലിലൂടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ ലാപ്ടോപ്പിലൂടെ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ അവസാനത്തിൽ സബ്മിറ്റ് അപ്ലിക്കേഷൻ നടിക്കാനുണ്ട്. സബ്മിറ്റ് അപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈലിലൂടെ ചെയ്യുമ്പോൾ അറിയാതെ എങ്ങനെയും ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ എഡിറ്റ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ലാപ്ടോപ്പിലൂടെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. അപ്പോൾ www.sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഫസ്റ്റിൽ വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഐ എക്സാംസ് SSLC പോർട്ടൽ എന്നുള്ളത്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അടിയിൽ കാണുന്ന രീതിയിലുള്ള റിവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, അവിടെ ക്ലിക്ക് ഹെയർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ കയറി വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കാണുക രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും, പിന്നെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കാം, പിന്നെ സെൻറ്റർ നെയിം, നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയത് ആ എക്സാം എഴുതിയ സ്കൂളിൻ്റെ പേര് അവിടെ അടിക്കുക. സെൻറ്റർ കോഡ് നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ കോഡ് എന്താണോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അതേപോലെ തന്നെ ഇതിൽ 3 ഓപ്ഷൻസുകളാണ് നമുക്കുള്ളത്: റിവാലുവേഷൻ, അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി. ഇത് 3 എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഫോട്ടോ കോപ്പി എന്നുള്ളത് നിങ്ങൾ എഴുതിയ എക്സാം പേപ്പർ, നിങ്ങൾ എഴുതിയ എക്സാം പേപ്പറിൻ്റെ ഒരു ഫുൾ A+ കിട്ടിയ കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാം പേപ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോട്ടോ കോപ്പി 200 രൂപയാണ്. ഓരോന്നിനും റേറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ എക്സാം പേപ്പറിൻ്റെ കറക്റ്റ് പകർപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് തപാൽ വഴി അയച്ചു തരുന്നതായിരിക്കും. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിയ എല്ലാ മാർക്കുകളും മുമ്പത്തെ പേജിൽ, അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ടും കൂട്ടി വെക്കുന്ന മുമ്പത്തെ ഏരിയയിലായിരിക്കും അത് മുഴുവനായിട്ടും കൂട്ടി വെക്കുന്നുണ്ടാവുക. ആ കൂട്ടിയ ഭാഗം ഒന്നുകൂടി ഇവരെന്ത് ചെയ്യും, ഇവർ ബാക്കി ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെന്നോ അങ്ങനെ ഒന്നും ചെക്ക് ചെയ്യില്ല. നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്, നിങ്ങൾ എത്രത്തോളം മാർക്കുകൾ ഓരോന്നിലും സ്കോർ ചെയ്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും കൂട്ടുക മാത്രമാണ്. ഫ്രണ്ട് പേജിൽ ആ മുഴുവനായിട്ടും ആ കൂട്ടിയതിൽ തെറ്റുണ്ടോ എന്ന് ചെയ്യുക മാത്രമാണ് സ്ക്രൂട്ടിനിക്ക് ഉണ്ടാവുക. നിങ്ങൾ റിവാലുവേഷന് കൊടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നീട് സ്ക്രൂട്ടിനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. റിവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റിവാലുവേഷൻ ഇത് മുഴുവൻ ആൻസർ പേപ്പർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. റിവാലുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മുഴുവൻ പേപ്പറും മുഴുവനായിട്ടും ചെക്ക് ചെയ്യും, നിങ്ങളുടെ മാർക്കുകൾ മുഴുവനായിട്ടും ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് റിവാലുവേഷൻ സ്ക്രൂട്ടിനി എന്നുള്ള IT പേപ്പറിന് അത് അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് IT പേപ്പറിൽ മാർക്ക് കുറഞ്ഞു തോന്നിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ റിവാലുവേഷന് അപ്ലൈ ചെയ്ത ഒരാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫീസ് വരുന്നത് റിവാലുവേഷന് 400 രൂപയും അതേപോലെ തന്നെ ഓരോ പെർ പേപ്പറാണ് ഒരു പേപ്പർ. അതായത് ഇപ്പോൾ നിങ്ങൾ മലയാളം നിങ്ങൾക്ക് ചെയ്യണം റിവാലുവേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് 400 കൊടുക്കണം. അതല്ല നിങ്ങൾ ഫോട്ടോ കോപ്പിയാണ് അത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ 200 രൂപ. അങ്ങനെ ഇനി 2 വിഷയം കൊടുക്കണം, ഹിന്ദിയും പിന്നെ മലയാളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 400 + 400 അങ്ങനെ ആയിരിക്കും വരിക. സ്ക്രൂട്ടിനിക്ക് വരുന്നത് 200 രൂപ, അതെ സ്ക്രൂട്ടിനിക്ക് 50 രൂപ, സ്ക്രൂട്ടിനിക്ക് 50 രൂപ, ഫോട്ടോ കോപ്പിക്ക് 200 രൂപ. റിവാലുവേഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 രൂപയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ HMനെയോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. പൊതുവെ HM ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. HMനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏൽപ്പിക്കണം. പ്രിൻ്റ് ഔട്ട്, ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതും അതുപോലെ തന്നെ നിങ്ങളുടെ എമൗണ്ട് എത്രയാണോ വരുന്നത്, നിങ്ങൾ ഒരു വിഷയത്തിനാണ് റിവാലുവേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, HMനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. HMൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്
കൺസിഡർ ചെയ്യുന്നത് റീവാലുവേഷന് വേണ്ടിയിട്ടും ഫോട്ടോ കോപ്പിക്കാണെങ്കിലും സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ടും ആ അപ്ലിക്കേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പറ്റുന്നുണ്ടാവുക. എന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടായിരിക്കും എന്നായിരിക്കും റിവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നുണ്ടാവുക എന്നുള്ളത്. ഈ റിവാലുവേഷൻ കൊടുത്ത് റിസൾട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലേക്ക് ആഡ് ആവുക എന്നുള്ളതും എന്താണ് റിസൾട്ട് വരുന്നത്, ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി നിങ്ങൾക്കുള്ള മാർക്ക് അത് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണോ വേണ്ടത് എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി എന്താവും, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് അപ്ലൈ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിവാലുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രക്ഷിതാക്കൾ ഇത് കാണുന്ന രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ രജിസ്റ്റർ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യുക. അത് കുട്ടി തന്നെ വേണം എന്നില്ല, നിങ്ങൾ രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നാളെയാണ് അവസാന ഡേറ്റ് ആയിട്ടുള്ളത്, 21-ാം തീയതിയാണ് അവസാന ഡേറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ മാർക്ക് കുറയോ അതല്ല ഞാൻ എഴുതിയ മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കുക. ഇതിൻ്റെ പേരിൽ പിന്നീട് ഒരു റിഗ്രറ്റ് ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഉടനെ തന്നെ അറിയിക്കുക. നമ്മൾ അതിൻ്റെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.